ഹലോ ഹായ് ഗുഡ് ഈവനിങ്. ഓക്കെ, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ ആണ്, സെറ്റാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ തന്നെ ഏറ്റവും ഫൈനൽ ചാപ്റ്റർ ആയിട്ടുള്ള കസിൻസ് ഫ്രം അക്രോസ് ദ സീ. സീ എന്ന് വെച്ചാൽ കടൽ, കടലിനപ്പുറത്ത് നിന്ന് വന്ന കുറച്ച് കസിൻസിന്റെ കഥയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുക, എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ, കടലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പിക്ചർ കാണുമ്പോൾ എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഏത് സ്ഥലമാണിതെന്നൊക്കെ? വെറുതെ ഒരു കടലായിട്ടല്ല, ഇത് വേറൊരു സ്ഥലമാണ്. വളരെ ഇപ്പോഴത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്പോട്ടാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. പറയാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കുറെ പേര് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമന്റ് വായിക്കുന്നില്ല, എന്തായാലും നമ്മൾ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. കസിൻസ് ഫ്രം അക്രോസ് ദ സീ. സെറ്റ് ആണ്? ഓക്കെ ആണെങ്കിൽ നമ്മുടെ ന്യൂട്ടൺസിന്റെ ആപ്പിൽ വരട്ടെ കമന്റ് ബോക്സിൽ. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ ഓക്കെ, സെറ്റ് ആണ്. സോ നമ്മൾ തുടങ്ങാണ്. ഇറ്റ് വാസ് ദ ലാസ്റ്റ് പീരീഡ് ഇൻ ദ ആഫ്റ്റർനൂണിലെ ലാസ്റ്റ് പീരീഡ് ആയിരുന്നു അല്ലെ? അതെന്താണ്? ഉച്ചയ്ക്ക് മുമ്പുള്ള ആ ലാസ്റ്റ് പീരീഡ് ആയിരുന്നു. ദെൻ എന്താണ്? സോന ടീച്ചർ ബീവ്ഡ് അറ്റ് ഹെർ ചിൽഡ്രൻ അല്ലെ? ഉച്ചയ്ക്ക് ശേഷമുള്ള ലാസ്റ്റ് പീരീഡ് ആയതുകൊണ്ട് തന്നെ സോന ടീച്ചർ എന്ത് ചെയ്തു? ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്തു? ബീം ചെയ്തു. ടീച്ചറിന്റെ പേരെന്താ? സോന ടീച്ചർ ഇങ്ങനെ നോക്കിയിട്ട് ബീം ചെയ്ത് കാണിച്ച എല്ലാവരും ബീം ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചു. ഓക്കെ, അവരുടെ കുട്ടികളെ നോക്കിയിട്ട്. ടീച്ചറിന്റെ പേര് സോന എന്നാണ്. The children realized that there was some good news coming. ടീച്ചേഴ്സ് ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് തോന്നില്ല, എന്തോ നല്ല വാർത്ത വരുന്നുണ്ട് എന്ന് എന്ത് ചെയ്തു? നമ്മുടെ കുട്ടികൾ വിചാരിച്ചു. Children, we are going for a study tour next month. ഞങ്ങൾ അടുത്ത മാസം ഒരു സ്റ്റഡി ടൂർ, ഒരു പഠനയാത്ര പോവുകയാണ് എന്ന് ആര് പറഞ്ഞടാ? ടീച്ചർ പറഞ്ഞു അല്ലെ? നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ല ടീച്ചർ ടൂറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ? ഭയങ്കര സന്തോഷമായിരിക്കില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും ടൂറിന് പോകാൻ അല്ലെ? ഫ്രണ്ട്സിനോടൊപ്പം കളിച്ച് അടിച്ച് പൊളിച്ചൊക്കെ പോകുന്നത് നല്ല രസമല്ലേ? അല്ലേ? ആണോ? ഓർക്കുമ്പോൾ തന്നെ സന്തോഷമില്ലേ? ഓക്കെ, നമുക്ക് എല്ലാവരും കൂടി ഒരു ദിവസം പോകട്ടാ. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, ദെൻ where would you like to go? എവിടെയാണ് പോകാൻ താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് എന്ത് ചെയ്യാണ് ടീച്ചർ ചോദിക്കാറ്. The whole class cheered a study tour. ഈ ഒരു ടൂർ എന്ന് കേട്ടപ്പോഴേ ഭയങ്കര ആവേശം. അപ്പൊ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ആ ഒരു മുഴുവൻ ക്ലാസ്സും ഇങ്ങനെ പറയാണ്, ഈ സ്റ്റഡി ടൂർ, സ്റ്റഡി ടൂർ പോവാണല്ലേ, സെറ്റാണ്. ഓക്കെ, ദെൻ ഐഷ റൈസ്ഡ് ഹർ ഹാൻഡ്. ഐഷ ഇങ്ങനെ കൈ ഉയർത്തി. ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പേരാണ് ഐഷ. യെസ് ഐഷ, എനി ഐഡിയാസ്? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ഷാൾ വി ഗോ ടു ലക്ഷദ്വീപ് മിസ്? നമുക്ക് എന്ത് ചെയ്യാം, ലക്ഷദ്വീപിലേക്ക് പോയാലോ മിസ്സേ? വൈ ഡു യു ലൈക്ക് ടു ഗോ ടു ലക്ഷദ്വീപ്? എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിലേക്ക് പോകാൻ ഇഷ്ടം എന്ന് എന്ത് ചെയ്തു മിസ് ചോദിച്ചു. അപ്പൊ നമ്മൾ ആദ്യം കണ്ട സ്ഥലം ഏതാ? ലക്ഷദ്വീപ് ആണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ്, ഒരു ദ്വീപാണെന്ന് എല്ലാവർക്കും അറിയാം. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞു കര, അതാണ് ദ്വീപ്, ഐലൻഡ് എന്ന് പറയുന്നത്. സോ അവിടേക്കാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ട്രിപ്പ് പോകാനായിട്ട്. My uncle works there. He's a school teacher. He says it is a beautiful place. അപ്പൊ എന്താണ്? ഐഷ വെറുതെ അല്ല പറഞ്ഞത്. ഐഷയുടെ അങ്കിൾ, മാമൻ അവിടെയാണ് എന്താ ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ആര്? ഐഷയുടെ മാമൻ. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലക്ഷദ്വീപ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മക്കളെ പറ്റുവാണെങ്കിൽ പോയി നോക്കുക, ലക്ഷദ്വീപ് ഇസ് വെരി ബ്യൂട്ടിഫുൾ ടാ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ പോയിട്ടുണ്ടോന്നില്ല. ഓക്കെ, സോ എന്ത് ചെയ്യാം, എങ്കിലും നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യാം, പോവാ. ഓക്കെ, ദെൻ റിയലി ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. അപ്പൊ എന്താണ്? സോന ടീച്ചർ സ്മൈൽ, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ, നല്ലൊരു ഐഡിയ ആണല്ലോ അത്. So shall we go to ലക്ഷദ്വീപ്? എന്ത് ചെയ്യാം, നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോയാലോ, സെറ്റ് ആക്കിയാലോ, ലക്ഷദ്വീപ് ട്രിപ്പ് സെറ്റ് ആക്കിയാലോ എന്ന് എന്ത് ചെയ്യാം ചോദിക്കാം. യെസ് മിസ്, ദ എൻറ്റയർ ക്ലാസ് ഷൗട്ടഡ് ഇൻ എ കോറസ്. കോറസ് വെച്ചാൽ ഒരുവേ പോലെ ഇങ്ങനെ പറയില്ലേ? യെസ് എന്ന് പറയൂലേ? യെസ്, നമുക്ക് എന്ത് ചെയ്യാം, ലക്ഷദ്വീപിലേക്ക് പോകാന്ന് പറഞ്ഞു. ഓൾ റൈറ്റ്, വി ഷാൾ ഗോ ടു ലക്ഷദ്വീപ്. ഡു യു നോ വാട്ട് ലക്ഷദ്വീപ് മീൻസ്? ഇനി ലക്ഷദ്വീപിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. നോക്കിക്കോ, എന്താ? ഓക്കെ, ലക്ഷദ്വീപിലേക്കൊക്കെ പോവാം. നിങ്ങൾക്ക് അറിയോ എന്താണ് ലക്ഷദ്വീപ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്? നിങ്ങൾക്ക് അറിയോ? കമന്റ് ചെയ്തേ, നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കട്ടെ. ലക്ഷദ്വീപ് എന്ന് വെച്ചാൽ ഐലൻഡ് ആണെന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐലൻഡ് ആണ്. ഓക്കെ, സെറ്റ്. ആൻഡമാൻ പോലെ ഒരു ഐലൻഡ് ആണ്. ഓക്കെ, സെറ്റ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് നോക്കിയേ, 1 lakh islands. ഐഷ ഹസാർഡ് എഗസ്. ഐഷ ഹസാർഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഊഹിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവാം. പക്ഷെ തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ എന്ത് ചെയ്തു ഐഷ പറഞ്ഞു 1 lakh islands, 1 ലക്ഷം ദ്വീപ് എന്നാണ് ലക്ഷദ്വീപിന്റെ അർത്ഥം. യെസ്, ദ നെയിം സീംസ് ടു മീൻ ദാറ്റ്. പക്ഷെ ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ തോന്നും, 1 ലക്ഷം ദ്വീപുകൾ അവിടെ ഉണ്ട് അല്ലെ? ലക്ഷദ്വീപ്, 1 ലക്ഷം ദ്വീപ്. പക്ഷെ അങ്ങനെയല്ല. ബട്ട് there are only 36 islands. പക്ഷെ അവിടെ ആകെ 36 ദ്വീപുകളേ ഉള്ളൂ, 1 ലക്ഷം ദ്വീപുകളൊന്നും ഇല്ല. ഇനി അങ്ങനെ നിങ്ങളും എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, then and only 10 of them are inhabited. അതിലാണെങ്കിൽ 10 മാത്രമേ എന്തുള്ളൂ, ജനവാസമുള്ളൂ. 36 ദ്വീപുകളിൽ വെറും 10 മാത്രമേ ജനവാസമുള്ളൂ. ഡു യു നോ ദ ഐലൻഡേഴ്സ് കാൾ കേരള? കര. അപ്പൊ എന്താ, അവിടെയുള്ള ദ്വീപ് വാസികൾ അല്ലെ, ദ്വീപിൽ വസിക്കുന്ന ആൾക്കാർ കേരളത്തെ എന്താ വിളിക്കുന്നത്?
കര എന്നാണ് വിളിക്കുന്നത്. കറ എന്ന് വായിക്കരുത്, കര. ഓക്കെ, ബിക്കോസ് ദേ ആർ ഐലൻഡേഴ്സ്, കാരണം അവർ ദ്വീപിൽ വസിക്കുന്നവരാണ്. സോ ദേ കൺസിഡർ ദംസെൽസ് ലിവിംഗ് ഇൻ വാട്ടർ. അതുകൊണ്ട് അവരെ തന്നെ എന്താണ്, വെള്ളത്തിനടുത്ത് ജീവിക്കുന്നവരാണ്, വെള്ളത്തിൽ ജീവിക്കുന്നവരെന്നാണ് കരുതുന്നത് അല്ലേ. അപ്പൊ അവർക്ക് കേരളത്തെ സംബന്ധിച്ച് എന്താണ്, അതൊരു കരയാണ്. സോ കേരളത്തെ എന്ത് വിളിക്കുന്നു, കര എന്ന് വിളിക്കുന്നു. എവിടെയുള്ളവര്, കമന്റ് ചെയ്തേ, എവിടെയുള്ളവര്? ലക്ഷദ്വീപിലുള്ളവര്. സെറ്റ്. വൈ ഡു പീപ്പിൾ വിസിറ്റ് ദ ഐലൻഡ്സ്? അപ്പൊ എന്താണ്, ഒരു സെക്കൻഡ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പീപ്പിൾ എന്ത് ചെയ്യുന്നത്, ഐലൻഡ് ദ്വീപുകൾ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ സന്ദർശിക്കുന്നത്? നവീൻ വാണ്ടഡ് ടു നോ, നവീൻ അറിയാൻ ആഗ്രഹം, എന്തിനാണ് ദ്വീപുകൾ സന്ദർശിക്കുന്നത്? ദേ ആർ ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് സ്പോട്സ്. കാരണം എന്താണ്, മാൽദീവ്സ് അതേപോലെ അല്ലെ, എന്താണ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ്. ദ സീ അറൌണ്ട് ദം ഈസ് പ്ലീസിങ് ബ്ലൂ ഇൻ കളർ. ഞാൻ തുടക്കത്തിൽ സ്ലൈഡ് കാണിച്ചില്ല, ഭയങ്കര നല്ല നീല നിറവാ, നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു കുളിർമയേകുന്ന നിറവാ ഒരു സീയുടെ കളർ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ. ഇത് കുറെ പോയവരൊക്കെ ഉണ്ടോ, ലക്ഷദ്വീപിൽ പോയിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്തടാ. ഇല്ല, ആരുമില്ല, ഇനി പോണം കേട്ടോ. ഓക്കെ, ദർ ഈസ് ഓൾവേസ് എ പ്ലസന്റ് ബ്രീസ് ബ്ലോയിങ്. വളരെ നല്ല കുളിർമയേകുന്ന കാറ്റടിക്കും അല്ലെ, വളരെ ഇളം കാറ്റ്. സം ഐലൻഡ്സ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സ്ക്യൂബ ഡൈവിംഗ്. ചില ഐലൻഡിൽ 36 ഐലൻഡ് എന്ന് പറഞ്ഞല്ലേ, അതിനകത്ത് കുറച്ച് ഐലൻഡിൽ എന്ത് സ്ക്യൂബ ഡൈവിംഗ് ഫെസിലിറ്റി ഉണ്ട്. സ്ക്യൂബ ഡൈവിംഗ് എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഡു യു നോ വാട്ട് സ്ക്യൂബ ഡൈവിംഗ് ഈസ്? നിങ്ങൾക്ക് അറിയോ സ്ക്യൂബ ഡൈവിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഇവിടെ പറയും. ദ ചിൽഡ്രൻ ഷൂക്ക് ദെയർ ഹെഡ്സ്. കുട്ടികൾക്ക് അറിഞ്ഞൂടാ. സ്ക്യൂബ സ്റ്റാൻഡ്സ് ഫോർ സെൽഫ് കണ്ടെയ്ൻഡ് വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്. കണ്ട, സ്ക്യൂബ എന്ന് വെച്ചാൽ സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ് ആയിരുന്നു കേട്ടോ. അതിന്റെ ഫുൾ ഫോം പറഞ്ഞതാണ്. ഓക്കെ, അടിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിന്റെ അടിയിലേക്കൊക്കെ പോകുന്ന ചെക്കന്മാരെ കണ്ടിട്ടില്ലേ, ഒരു പ്രത്യേക തരം ഡ്രസ്സൊക്കെ ഇട്ട് ചെക്കന്മാരല്ല ചേച്ചിമാരൊക്കെ പോകാറുണ്ട് അല്ലേ. ഞാൻ കാണിച്ചു തരാം പിക്ചർ എങ്ങനെയാണ് സ്ക്യൂബ എന്ന് പറഞ്ഞാൽ. ഇതേപോലെ പോകുന്ന കണ്ടിട്ടില്ലേ, അവരെ ക്യാരി ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ജലത്തിന്റെ അടിയിൽ ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഉണ്ട്, അത് ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്വസിക്കാൻ പറ്റില്ല. മത്സ്യങ്ങൾക്കും അതേപോലെ ജീവികൾക്ക് മാത്രമേ ശ്വസിക്കാൻ പറ്റൂ. സോ നമുക്ക് എന്താണ് ശ്വസിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഓക്സിജൻ ക്യാരി ചെയ്യുന്ന എന്താണ് സ്യൂട്ട്സും അതൊക്കെ ധരിച്ചാണ് എന്ത് സ്ക്യൂബ ഡൈവേഴ്സ് വെള്ളത്തിനടിയിലേക്ക് പോവാം. അവർ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ ഓരോ ഫിലിംസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, വീഡിയോസിലൊക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് സ്ക്യൂബ ഡൈവിംഗ്. ഇതൊക്കെ എവിടെ ഉണ്ടെന്നാ പറയുന്നത്, നമ്മുടെ എവിടെയുണ്ട്, ലക്ഷദ്വീപിലുണ്ട്. ആര് പറഞ്ഞു കൊടുക്കുക, ആ ടീച്ചർ. യു ക്യാൻ വെയർ ദ അപ്പാരറ്റസ്, യു ക്യാൻ ദെൻ ഡൈവ് അണ്ടർ വാട്ടർ. അപ്പോൾ ഈ ഒരു അപ്പാരറ്റസ്, ഈ ഒരു വേഷമൊക്കെ ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കും വെള്ളത്തിനടിയിലേക്ക് പോകാം. യു ക്യാൻ സീ ദ സൈറ്റ്സ് അണ്ടർ വാട്ടർ ഫോർ സം ടൈം. ആ വെള്ളത്തിനടിയിലുള്ള ഒരുപാട് കാഴ്ചകൾ കുറേ നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം എന്ത് ചെയ്യാം, കാണാം. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. മക്കളെ വലുതാപ്പോൾ അതൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണത്. ഹൗ ഡു വി ഗോ ടു ദ ഐലൻഡ്സ്? അപർണ ജോയിൻ ദി ഡിസ്കഷൻ. അപ്പോൾ അപർണ ഡിസ്കഷനിൽ ചേർന്ന് പറയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഐലൻഡ്സിലേക്ക് പോവുക? ദർ ആർ ഷിപ്സ് വിച്ച് ടേക്ക് us to the islands from കൊച്ചി. അപ്പൊ എന്താ, ഐലൻഡിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയണ്ടേ. അപ്പൊ എന്താണ്, കൊച്ചിയിൽ നിന്ന് ഈ ഐലൻഡിലേക്ക് പോകുന്ന കുറച്ച് ഷിപ്പുകൾ ഉണ്ട് നമ്മുടെ കൊച്ചിയിൽ നിന്ന്. ഓക്കെ, കൊച്ചിയിൽ നിന്ന് കുറച്ച് ഷിപ്പുകൾ ഈ ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട്. വൺ ഓഫ് ദി ഐലൻഡ്സ് അഗത്തി ഹാസ് ആൻ എയർപോർട്ട്. അപ്പൊ അവിടെയുള്ള ലക്ഷദ്വീപിലെ ഒരു ഐലൻഡിന്റെ പേരാണ് അഗത്തി. ഓക്കെ, അവിടെ എന്തുണ്ട്, ഒരു എയർപോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദർ ആർ റെഗുലർ ഫ്ലൈറ്റ്സ് ടു ബാംഗ്ലൂർ ആൻഡ് ബാക്ക്. ബാംഗ്ലൂരിലേക്കും തിരിച്ചും എന്തുണ്ട്, അവിടേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റിന് എവിടെ സ്റ്റോപ്പ് ഉണ്ട്, കൊച്ചിയിലുണ്ട്. സോ കൊച്ചിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇറങ്ങാം. സെറ്റ് അല്ലേ? ഓക്കെ, കൊച്ചിയിൽ നിന്നാണെങ്കിൽ ഫ്ലൈറ്റിൽ പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏതിലേ വഴി പോവാം, ഷിപ്പ് വഴി പോവാം. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, ക്ലിയർ ആക്കി കൊടുത്തു, സെറ്റ് ആക്കി കൊടുത്തു. ദെൻ ദ ടീച്ചേഴ്സ് വെർ നൗ ഗേസിംഗ് ഈഗർലി അറ്റ് സോന ടീച്ചർ. വീണ്ടും കുട്ടികൾ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ ടീച്ചറിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് സ്പോക്കൺ ടു എനി ഐലൻഡർ. ഞാൻ വിചാരിക്കുന്നില്ല എന്താണ് നിങ്ങൾ ആരും ഐലൻഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഐലൻഡിൽ വസിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിരിക്കുമെന്ന്. പീപ്പിൾ ഇൻ 9 ഓഫ് ദി ഐലൻഡ് സ്പീക്ക് മലയാളം. അപ്പൊ എന്താണ്, 36 ഐലൻഡുകളിൽ 9 ഐലൻഡുകളിലും സംസാരിക്കുന്നത് മലയാളം ഭാഷയാണ്. പുതിയൊരു അറിവായിരിക്കും അല്ലെ നിങ്ങൾക്ക്. ദർ മലയാളം ഈസ് കാൾഡ് ജസേരി. അവരുടെ മലയാളത്തിന്റെ പേരുണ്ട് ജസറി. ഓക്കെ, ഇറ്റ് കംസ് ഫ്രം ദ വേർഡ് ജസർ വിച്ച് മീൻസ് ഐലൻഡ്. ഓക്കെ, ജസറി എന്ന് പറയുന്ന മലയാളമാണ് അവർ സംസാരിക്കുന്നത്. അതിന്റെ ജസർ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്, ഐലൻഡ് എന്നാണ് കേട്ടോ. ഓക്കെ, ദ്വീപ്. ഓക്കെ, then it's slightly different from our Malayalam in Kerala. നമ്മുടെ കേരളത്തിലെ മലയാളത്തിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. But we can understand it. പക്ഷെ നമുക്കത് മനസ്സിലാവും. When an islander says nan forte, അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ദ്വീപിലുള്ള ആൾക്കാർ പറയാണ് nan forte എന്ന് വെച്ചാൽ എന്താ, ഡോണ്ട് ബി പസിൽഡ്. അത് കേട്ട് നിങ്ങളും എന്ത് ചെയ്യരുത്, ആശയക്കുഴപ്പത്തിലാവരുത്. ദേ മീൻ ഞാൻ പോട്ടെ. അപ്പൊ ഞാൻ ഫോട്ടെ എന്ന് ചോദിച്ചാൽ എന്താ മനസ്സിലാക്കണം, ഞാൻ പോട്ടെ എന്നാണ് എന്ത് അവർ പറയുന്നത്. ഇൻ മിനിക്കോയ് ഐലൻഡ്, മിനിക്കോയ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഐലൻഡ് ആണ് അല്ലേ. ഈ മിനിക്കോയ് ഐലൻഡ് they speak a language called മഹൽ. അവർ സംസാരിക്കുന്ന ഭാഷയുടെ പേരാണ് എന്താ, മഹൽ. ബട്ട് മലയാളം ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ഇൻ ലക്ഷദ്വീപ്. ഓക്കെ, എന്താണ് നമ്മുടെ മലയാളം തന്നെയാണ് എന്ത് നമ്മുടെ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് അല്ലെ, ഭരണഭാഷ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ എന്താണ് മലയാളമാണ് എന്ത് ആ ഐലൻഡ്സിലൊക്കെ എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ്. മക്കളെ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ഭരണഭാഷ, അതായത് നമ്മുടെ മലയാളം നമ്മുടെ ഭരണഭാഷ എന്നല്ലേ. അതായത് എന്താണ് ഗവൺമെന്റ് ഓഫീസിലൊക്കെ ചെന്നാലും ഒക്കെ അവിടെ സംസാരിക്കുന്നത് മലയാളമായിരിക്കും, ഇംഗ്ലീഷ് ഒന്നും അല്ലല്ലോ അല്ലേ. അതേപോലെ അവിടുത്തെ ഗവൺമെന്റ് ഓഫീസുകളിൽ ചെന്നാലും എന്താണ് മലയാളമായിരിക്കും സംസാരിക്കാം. ദെൻ മൈ മദർ ഹാസ് എൻ ഐലൻഡ് ഓഫ് ഫ്രണ്ട്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു ഐലൻഡിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ദ്വീപിൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ട്. ശാന്തി ബ്രോക്ക് ഹർ സൈലൻസ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് എന്താണ് അവിടെ കുറച്ച് സൈലൻസിൽ നിൽക്കായിരുന്നു. അപ്പോൾ അതിനെ ഭേദിച്ചുകൊണ്ട് ശാന്തി പറയാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു ദ്വീപിൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ട്. ഷീ ഹാസ് കം ഹോം വൺസ്, ഷീ കെയിം ഹോം വൺസ്. അപ്പോൾ എന്താണ് ആ ആൻറ്റി അല്ലെങ്കിൽ ആ ഒരു അമ്മ ഒരു ദിവസം എന്താ ശാന്തിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഷീ സെഡ് ദ ഐലൻഡേഴ്സ് ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. അപ്പോൾ ആ എന്താണ് ശാന്തി പറയാണ് അന്ന് ആ അമ്മ വന്നപ്പോൾ അല്ലെങ്കിൽ അന്ന് ആ ആൻറ്റി വന്നപ്പോൾ എന്താ പറഞ്ഞു, എന്താണ് ഐലൻഡേഴ്സ് ഒരുപാട് മത്സ്യം കഴിക്കും, ഫിഷ് കഴിക്കും. യെസ് യു ആർ റൈറ്റ്, ദേ ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. അപ്പോൾ ടീച്ചർ പറയാണ് എന്താ നീ പറഞ്ഞ കറക്റ്റ് ആണ്, അവർ ഒരുപാട് മത്സ്യം കഴിക്കും. ഫിഷിംഗ് ഈസ് വൺ ഓഫ് ദ ചീഫ് ഒക്യുപ്പേഷൻസ്. മത്സ്യബന്ധനമാണ് എന്താ അല്ലെങ്കിൽ മീൻ പിടിക്കാം, അതാണ് എന്താ അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയാം. ദ സ്റ്റേപ്പിൾ ഫുഡ് ഈസ് റൈസ് ആൻഡ് ഫിഷ്. അവരുടെ പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ റൈസും ഫിഷും ആണ്. സം ഓഫ് ദ ഫിഷ് ദേ ക്യാച്ച്ഡ് ആർ ക്യാൻഡ് ആൻഡ് എക്സ്പോർട്ടഡ്. അവർ എന്താണ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫിഷ് അവർ എന്താണ് മത്സ്യബന്ധനം നടത്തുന്നതിൽ കുറച്ച് മത്സ്യങ്ങൾ എന്ത് ചെയ്യും അവരെ ക്യാൻ ചെയ്ത് എന്ത് ചെയ്യും എക്സ്പോർട്ട് ചെയ്യും, അതായത് കയറ്റുമതി ചെയ്യും. ഓരോ രാജ്യങ്ങളിലേക്കോ എന്താണ് വേറെ സ്റ്റേറ്റുകളിലേക്കോ എന്ത് ചെയ്യും കയറ്റുമതി ചെയ്യും. ഷുവർലി യു വുഡ് ഹാവ് ടേസ്റ്റഡ് ദ ട്യൂന ഫിഷ് ഫ്രം ദ ഐലൻഡ്സ്. നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ എന്താണ് മത്സ്യം അല്ലെങ്കിൽ എന്താണ് ഐലൻഡിലെ ട്യൂന ഫിഷ്, ട്യൂണ എന്ന് പറഞ്ഞാൽ കേട്ട് പേടിക്കേണ്ട ചൂരമീൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. They get a large variety of fish. അവർക്ക് അവിടുന്ന് ഒരുപാട് ലാർജ് വെറൈറ്റി വിവിധ തരത്തിലുള്ള ഫിഷ് കിട്ടുന്നുണ്ട്. ഇൻ ദ ലഗൂൺസ് അറൌണ്ട് ദ ഐലൻഡ്സ്, അതായത് ഐലൻഡിന്റെ ചുറ്റുമുള്ള ലഗൂൺസ് തടാകങ്ങൾ അല്ലെങ്കിൽ കായലുകളിൽ there are plenty of fresh water fish too. അവിടെ എന്താണ് നല്ല ഫ്രഷ് വാട്ടർ ഫിഷ്, കായലുകളിലൊക്കെ നല്ല ഫ്രഷ് വാട്ടർ ഫിഷ് എന്ത് ചെയ്യും കിട്ടും. എവിടെയുള്ള കായലുകൾ കമന്റ് ചെയ്തേ. യെസ്, ലക്ഷദ്വീപിലെ സെറ്റാണ്. Do all people in the islands live by fishing? രേവതി had a genuine doubt. അപ്പോൾ വേറൊരു കുട്ടി എണീറ്റ് പറയാണ് രേവതിക്ക് ഒരു ഡൗട്ട്. എന്താണ് ഈ ഐലൻഡിലുള്ള എല്ലാവരും ഇതേപോലെ ഫിഷിംഗ് ചെയ്താണോ എന്ത് ജീവിക്കുന്നത് എന്ന് രേവതി ചോദിക്കാം. നോ, മേക്കിംഗ് കയർ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ. അപ്പോൾ എന്താണ് കയറ് അല്ലെ, കയറുണ്ടാക്കി എന്ത് ചെയ്യും ജീവിക്കുക അല്ലെ, കയർ ഇങ്ങനെ ചകിരിന്ന് കയറുണ്ടാക്കൂലേ. ഓക്കെ ശരി. ആൻഡ് യു മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദ്വീപ് ചക്കര, ദ ജാഗറി ദേ ഗെറ്റ് ഫ്രം കോക്കനട്ട് പാംസ്. ഐ തിങ്ക് ഓൾ ഓഫ് യു ഹാവ് ടേസ്റ്റഡ് ദ്വീപ് ചക്കര. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വസ്തുവാണ് ദ്വീപ് ചക്കര. ഓക്കെ, ദ്വീപ് ചക്കര എന്ന് പറഞ്ഞാൽ അവർ കോക്കനട്ട് പാം തെങ്ങിൽ നിന്ന് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ചക്കരയാണ് ദ്വീപ് ചക്കര. ദ്വീപ് ചക്കര കാണിച്ചു തരാവേ. ഓക്കെ, ദ്വീപ് ചക്കര എന്ന് പറഞ്ഞു. ഓക്കെ, ദ്വീപ് ചക്കര എന്താണ് നിങ്ങൾ മിക്കവരും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ദ്വീപ് ചക്കര, കുറെ പേര് കഴിച്ചിട്ടുണ്ടായിരിക്കും ദ്വീപ് ചക്കര. ഓക്കെ, ഭയങ്കര ടേസ്റ്റാ. ഓക്കെ, ആ ദ്വീപ് ചക്കര ഭയങ്കര നല്ലതാണെന്ന് എന്താ ടീച്ചർ പറയുകയാണ്. അതേപോലെ അവരെ കയറ് ഉണ്ടാക്കുന്ന ഒരു ഒക്യുപ്പേഷൻ കൂടി അവരുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. Today, there are many doctors, teachers and government servants among the islanders. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ ഐലൻഡേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് സെർവൻസ് ഉണ്ട് അല്ലെ. അവർ ഭയങ്കര ഒരു നല്ല സ്റ്റാറ്റസിലാണ് അവരെല്ലാവരും ജീവിക്കുന്നത്. മാത്രമല്ല മെനി ഓഫ് ദം വർക്ക് ഇൻ കേരള ആൻഡ് അതർ സ്റ്റേറ്റ്സ് ടു. മാത്രമല്ല മക്കളെ നോക്കിയേ, ഇപ്പൊ എന്താ കുറെ പേരൊക്കെ എന്താ അവരിൽ കുറെ പേര് ഇന്ന് കേരളത്തിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും വർക്ക് ചെയ്യുന്നു. ടീച്ചർ എന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു. അപ്പൊ ദ്വീപ് ചക്കരാണ് ഉണ്ടായത്. ദ്വീപ് ചക്കര, യെസ്, ഇതാ പിടിച്ചോ ദ്വീപ് ചക്കര. ഇതാണ് ദ്വീപ് ചക്കര. ഓക്കെ, നമ്മുടെ ചക്കരയാണ് പറയുന്നത്, ഇതാണ് ദ്വീപ് ചക്കര. അതേപോലെ ഇതാണ് ലഗൂൺസ് കേട്ടോ. ഓക്കെ, ലഗൂൺസ്. ഓക്കെ, സോ സെറ്റ് അല്ലേ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോവാം. വൈ ഡു ദേ ഗ്രോ ഇൻ ദ ഐലൻഡ്സ്? അപ്പൊ എന്താണ് അവരെന്താണ് ഐലൻഡ്സിലേക്ക് കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് നടുന്നതൊക്കെ ചോദിക്കാം. ഗുഡ് ക്വസ്റ്റ്യൻ ജിഷ. ദേ ഓൺലി ഗ്രൂ കോക്കനട്ട് പാംസ്. അവരെന്ത് ചെയ്യുള്ളൂ കോക്കനട്ട് പാംസ് അല്ലെ, തെങ്ങാണ് എന്ത് അവരുടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയാം. കോക്കനട്ട് ഈസ് ആൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ഡിഷസ്. അവർ എന്ത് കറി വെച്ചാലും അതിൽ തേങ്ങ ഇടും അല്ലെ. പ്രധാനപ്പെട്ട എല്ലാ അവരുടെ വിഭവങ്ങളിലും എന്തുണ്ട്, തേങ്ങയുണ്ട്. ഓക്കെ, അപ്പം ചോദിക്കരുത് സാമ്പാറിൽ തേങ്ങ ഇടുമെന്ന്, അവർക്ക് ചിലപ്പോൾ സാമ്പാർ കാണില്ല കേട്ടോ. ഓക്കെ ശരി. എവരിവൺ എൽസ് ഈസ് ഇമ്പോർട്ടഡ് ഫ്രം കേരള. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്താ ചെയ്യുക ഇമ്പോർട്ട് ചെയ്യും. കേരളത്തിൽ നിന്ന് എന്ത് ചെയ്യും ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുക അല്ലെ, ഇറക്കുമതി ചെയ്യും. എന്ത് ചെയ്യും, എന്തൊക്കെയാ റൈസ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യും അവർ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഈസ് ദെയർ എനിത്തിങ് എൽസ് ടു സീ ഇൻ ഐലൻഡ്സ്? വേറെ എന്തെങ്കിലും ഉണ്ടോ ഐലൻഡിൽ കാണാനായിട്ട്? ഇപ്പൊ നമ്മൾ ലഗൂൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, നല്ല ഫിഷ് കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ, ഫിഷിംഗ് ആണ് അവരുടെ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞു, എന്തൊക്കെയാ പറഞ്ഞത്, കോക്കനട്ട് പാംസ് അവർ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞു. ഈ എന്തെങ്കിലും ഉണ്ടോ കാണാനായിട്ട് എന്ന് ചോദിക്കാം. യെസ് അസീം, ദർ ഇസ് എ മറൈൻ അക്വേറിയം അല്ലെ, മത്സ്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് അക്വേറിയം. ആര് കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതേപോലെ ഒരു അക്വേറിയവും അതേപോലെ ഒരു മ്യൂസിയവും ഉണ്ട് കവരത്തിയിലും. കവരത്തി എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ ആണ് എന്ത്, കവരത്തി. ഇന്ത്യയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹി എന്ന് പറയുന്നത് പോലെ കേരളത്തിന്റെ ക്യാപിറ്റൽ ട്രിവാൻഡ്രം എന്ന് പറയുന്ന പോലെ എന്താണ് നമ്മുടെ ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ ആണ് എന്ത്, കവരത്തി. There you can learn about the island's marine life. അവിടെ എന്താണ് മറൈൻ ലൈഫിനെ കുറിച്ച്, അവരുടെ സമുദ്ര ജീവിതത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മ്യൂസിയത്തിൽ അക്വേറിയത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. ലക്ഷദ്വീപ് ഹാസ് എ റിച്ച് മറൈൻ ലൈഫ് ഇൻക്ലൂഡിംഗ് ഫിഷ്,
ടേർട്ടിൽസ്, ഡോൾഫിൻസ് അല്ലെ, ഒരുപാട് ഫിഷും അതേപോലെ ടേർട്ടിൽസും ഡോൾഫിൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപ് ഇസ് ഓൾസോ ആൻ എക്സൈറ്റിംഗ് ഡെസ്റ്റിനേഷൻ ഫോർ മറൈൻ എക്സ്പ്ലോറേഷൻ അല്ലെ, സമുദ്രത്തിലുള്ള ഒരുപാട് ജീവികളെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് എന്താ ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ നിർത്താണല്ലേ ടീച്ചറാ. ഓക്കെ, ദെൻ ഡു യു നോ ദ ലക്ഷദ്വീപ് ഐലൻഡ്സ് ആർ ആക്ച്വലി കോറൽ അറ്റോൾസ്. എന്നുവെച്ചാൽ എന്താണ്, നിങ്ങൾ അറിയാമോ ലക്ഷദ്വീപ് ഐലൻഡ്സ് വെച്ചാൽ കോറൽ അറ്റോൾസ് ആണ്. കോറൽസ് എന്ന് വെച്ചാൽ പവിഴപ്പുറ്റുകളാണ് ഇതേപോലെ കോറൽ അറ്റോൾസ്. അതെന്തുണ്ട് ലക്ഷദ്വീപ് ഐലൻഡ്സിലുണ്ട്. ഓക്കെ, പവിഴപ്പുറ്റുകൾ അതൊക്കെ നല്ല കാഴ്ച കേട്ടോ. ദ ലഗൂൺസ് ആർ എ സൈറ്റ് യു വിൽ നെവർ ഫോർഗെറ്റ്. അതേപോലെ ഈ കായലുകൾ പറഞ്ഞാൽ അവരുടെ ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചകൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കില്ല. Perhaps you may be able to meet some of the famous islanders too. ഒരുപക്ഷെ നിങ്ങൾ എന്ത് ചെയ്യോടാ അവിടെ ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐലൻഡേഴ്സിനൊക്കെ കാണും. ചിലപ്പോൾ എന്താണ് അവിടെ നല്ല പല റൈറ്റേഴ്സ് കാണും, പെയിന്റേഴ്സ് കാണും, അവിടെ നിന്ന് ഫിലിം മേക്കേഴ്സ് വരെ സംവിധായകന്മാർ പോലും എന്ത് ചെയ്യും ആ ഐലൻഡിൽ ചിലപ്പോൾ കാണും അല്ലെ. അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കാണാം. ഹു ആർ വെൽ നോൺ ഇൻ ദി കൺട്രി ആൻഡ് എബ്രോഡ് അല്ലെ. നമ്മുടെ രാജ്യത്തും പുറത്തും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സിനെയും പെയിന്റേഴ്സിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം അവിടെ കാണാം എന്ന് സോന ടീച്ചർ എന്ത് ചെയ്യാണ് കുട്ടികളോടെ പറയാണ്. സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ് ഇട്ടേ. ഓക്കെ, സെറ്റാണ്. ഓക്കെ, സോന ടീച്ചർ സ്കാൻ ദ ഫേസസ് ഓഫ് ദ ചിൽഡ്രൻ. സ്കാൻ ചെയ്തു വെച്ചാൽ എല്ലാവരും ഇങ്ങനെ നോക്കി. They all looked very excited. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. So if we go to Lakshadweep in 3 weeks, എന്നാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോവാണ് അല്ലേ, 3 weeks ടൈമില് 3 ആഴ്ച ആ ഒരു സമയത്ത്. പ്ലീസ് ഗെറ്റ് യുവർ പാരന്റ്സ് പെർമിഷൻ. എന്താണ് പാരന്റ്സിന്റെ പെർമിഷൻ ഒക്കെ മേടിക്കുക. വി വിൽ കോൺടാക്ട് ദ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ടു ഗെറ്റ് ദ 2 പെർമിറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ എന്ത് ചെയ്യാം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനെ കോൺടാക്ട് ചെയ്യാം 2 പെർമിറ്റിന് വേണ്ടിയിട്ട്. കാരണം അവിടെ നിന്ന് പെർമിറ്റ് കിട്ടിയാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂ, യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ കുട്ടികളോട് പറയണം നിങ്ങൾ പാരന്റ്സിനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കുക, നമുക്ക് എന്ത് ചെയ്യാം ലക്ഷദ്വീപിലേക്ക് പോവാം. ലെറ്റ് us say born voyage. അപ്പൊ എല്ലാവരും പറയൂ ബോൺ വോയേജ് എന്ന് വെച്ചാൽ എന്താണ് ഹാപ്പി ജേർണി, അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യാൻ പോവാം എന്ന് എന്ത് ചെയ്യാൻ എല്ലാവരോടും പറയാം. അതാണ് ബോൺ വോയേജ്. ബോൺ വോയേജ് മീൻസ് ഹാപ്പി ജേർണി. ഓക്കെ, സെറ്റ് ആണ്, ഓക്കെ ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു ചാപ്റ്റർ. അവരെന്ത് ചെയ്യാണ് ലക്ഷദ്വീപിലേക്ക് അടിച്ചു പൊളിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ടീച്ചറും കുറച്ച് കുട്ടികളുടെയും കഥയാണ്. അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനൊക്കെയുള്ള എക്സൈറ്റ്മെന്റും ഒക്കെയാണ് എന്താ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. സോ ലക്ഷദ്വീപിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, അവിടുത്തെ പ്രധാനപ്പെട്ട രീതികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതായത് എന്താണ് ഭക്ഷണ രീതികളും അതേപോലെ എന്താണ് കൃഷി രീതിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. സോ ഓക്കെ ആണ്, സെറ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.